ഇന്ന് 6 മണിക്ക് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡൽഹിക്ക് മൈക്രോ ഡ്രാമ ഫെസ്റ്റിവലിന് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ. പിള്ളേർ വരുമ്പോഴേക്കും ഭക്ഷണവും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാൻ. പിന്നെ ഈ സോഫിക്കുട്ടിയുടെ കാര്യം നോക്കണം. കണ്ടോ, എൻ്റെ പൊട്ടാണ് അവളെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവളവിടെ സുന്ദരിയായിട്ട് കിടന്നുറങ്ങുകയാണ്. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അങ്ങനെ ഞാനിതാ പോവാൻ റെഡിയായി. നമ്മുടെ സോഫിക്കുട്ടി എന്താ ചെയ്യണം നോക്കാം. ആള് നല്ല സുഖം പിടിച്ച് കിടക്കാണ്. അതാ കണ്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഡ്രസ്സ് മാറാൻ പോയപ്പോൾ തൊട്ടിട്ട് ഇവിടെ കിടക്കുകയാണെന്ന്. ഇല്ല, വേറൊരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താണല്ലേ, ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിൽ വന്ന് ഉമ്മർത്ത് വന്നിട്ട് ഇത് മുഴുവനും പിച്ച് ചീന്തിട്ടിരിക്കുകയാണ്. ആ വികൃതി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് പിന്നെയും റെസ്റ്റ് എടുക്കുന്നത്. കണ്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പൊട്ട് തൊടാൻ. ഇവിടെ എനിക്ക് വേണം പൊട്ട്, മോൾക്ക് വേണം, ഇപ്പതാ സോഫിക്കും വേണം. ഞങ്ങൾക്ക് 3 ആൾക്കും വേണം പൊട്ട്. തിന്നാ, ഉറങ്ങുക, വികൃതി കാണിക്കുക, ഇത് തന്നെ പണി. അതോ കൂർക്കമ്മല് എങ്ങോട്ട് കേൾക്കുന്നറിയോ. കണ്ട ചുരുണ്ട് കൂടി കിടക്കണ സുന്ദരി. പിന്നിപ്പോ ഭയങ്കര തണുപ്പല്ലേ, അതിന് പറഞ്ഞിട്ടും കാര്യമില്ല. സുന്ദരി കുട്ടി, സുന്ദരി, നമ്മുടെ സുന്ദരി ഉറങ്ങുകയാണോ? പിള്ളേര് വരുന്നവരെ ഇതൊക്കെ തന്നെ. പിള്ളേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വികൃതിയാ. പിന്നെ 3 ആളും പറയണ്ട. പിന്നെ എത്ര ഉറക്കാണെങ്കിലും എത്ര മൈൻഡ് ചെയ്യാണ്ട കിടക്കുകയാണെങ്കിലും മൈൻഡ് ചെയ്യിക്കാൻ ഒരൊറ്റ വിദ്യയുള്ളൂ. എന്താണെന്നറിയോ, ഇപ്പം ആൾ അവിടെ കേട്ടോ കിടക്കണത്. കണ്ട, ഈ കിടക്കണ കോസറി ആരുടെയെന്നറിയോ? ഇത് കണ്ണൻ്റെയാണ്. രാവിലെ കണ്ണൻ മടക്കി വെച്ച് പോവുക. പിന്നെ അത് അവളുടെ സാമ്രാജ്യമാണ്. ചില ദിവസം രാത്രി കണ്ണൻ വന്നിട്ട് പറയും, അമ്മയെ സോഫി ബെഡിൽ നിന്ന് നീക്കണില്ല എന്ന് പറയുമോയെന്ന് ചോദിച്ചിട്ട്. പിന്നെ രാത്രി അതിനൊരു അംഗമാണ് ഇവിടെ. പിന്നെ ട്രീറ്റ്. ഈ പാത്രത്തിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആളെത്ര വെയെങ്കിലും എവിടെയാണെങ്കിലും ഓടി വരും. നാഗവല്ലിനെ കൊണ്ടുപോകണ മാതിരി സോഫീനെ കൊണ്ടുവരാനുള്ള ഐഡിയ ആണ്. കണ്ട, എവിടെ പോയി? കണ്ടോ, എവിടെയാണെങ്കിലും വരും. എവിടെ സോഫിക്ക് ട്രീറ്റ് വേണോ? ഇത് കണ്ടോ, ക്യാച്ച്. അവള് കേമിയാണ്. ഭക്ഷണമല്ലേ, എങ്ങനെ വേണമെങ്കിലും അവള് ചാടിപ്പിടിക്കും. അപ്പം ശരി, എനിക്ക് പ്രാക്ടീസിന് പോകാൻ സമയമായി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.